ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ 12 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മളുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ഗൾഫിൽ നിന്നുള്ള കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാവും. കൂടാതെ നാട്ടിൽ നിന്നുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തതിൻ്റെ കുറച്ച് പെൻഡിങ്ങുള്ള വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ഗൾഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ടായിട്ടുണ്ട്. 9:30 കാലിക്കറ്റിൽ നിന്നും എടുക്കുന്ന എയർ അറേബ്യയുടെ ഫ്ലൈറ്റിനാണ് ഞാൻ പോകുന്നത്. അബുദാബിയിലേക്കാണ് പോകുന്നത്. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും അബുദാബിയിലേക്കുള്ള എയർപോർട്ട് റണ്ണിംഗ് ടൈം വരുന്നത് ഏകദേശം 3.5 to 3.25 മണിക്കൂറാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് സിറ്റിയുടെ ആകാശ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എയർ അറേബ്യ, എയർ ഇന്ത്യ എക്സ്പ്രസ് പോലെയുള്ള ബഡ്ജറ്റ് എയർലൈൻസുകളിൽ നമുക്ക് ഫുഡ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടാറില്ല. അതിന് നമ്മൾ ഒന്നുകിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ആഡ് ഓൺ ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ നിന്നും നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ഫുഡ് വാങ്ങാവുന്നതാണ്. 1999 ഞാൻ ആദ്യമായിട്ട് UAE ഇറങ്ങുന്നത്. അന്ന് ഫുജൈറയിലേക്കാണ് പോയിരുന്നത്. അന്ന് ഫുജൈറയിലേക്കൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു കാലിക്കറ്റിൽ നിന്ന്, ആഴ്ചയിൽ ഒരു ദിവസം. ഇപ്പോഴത്തെ സ്ഥിതി അറിയില്ല. ഇപ്പോഴും വീക്കിലി 1 ടൈം ഒരു ഫ്ലൈറ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രാവൽ ടൈം നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്നുള്ള കാഴ്ചകൾ, അതായത് പുറത്തേക്കുള്ള കാഴ്ചകളൊന്നും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ പൊതുവേ ഫ്ലൈറ്റിലുള്ള യാത്രകളിൽ നമുക്കറിയാം ടേക്ക് ഓഫ് ലാൻഡിങ്ങിൻ്റെ സമയങ്ങളിലുള്ള കാഴ്ചകൾ മാത്രമാണ് കാര്യമായിട്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാൻ തന്നെ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം അബുദാബി എയർപോർട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ലാൻഡിങ്ങിനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഫ്ലൈറ്റിൽ നിന്നുള്ള അബുദാബി എയർപോർട്ടിൻ്റെ പരിസരത്തുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇറങ്ങുന്നത് അബുദാബിയിലെ ഏറ്റവും പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ടെർമിനൽ A എന്നാണ് അതിന് ഇപ്പോൾ പറയുന്ന പേര്. ഇനി നമ്മൾ എമിഗ്രേഷൻ ഭാഗത്തേക്ക് പോവുകയാണ്. എയർപോർട്ട് അത്യാവശ്യം വലിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നടക്കാനുണ്ട്. സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ A എന്ന പേരിലാണ് ഈ എയർപോർട്ട് അറിയപ്പെടുന്നത്. 160-ൽ പരം ഫുഡ് ആൻഡ് ബീവറേജസ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ലക്ഷറി ലോഞ്ചസുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം യാത്രക്കാരുടെ സൗകര്യാർത്ഥം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരുപാട് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു എയർപോർട്ട് കൂടിയാണിത്. മിഷൻ ഇമ്പോസിബിൾ എന്ന സിനിമയുടെ കുറേ ഭാഗങ്ങൾ, മിഷൻ ഇമ്പോസിബിൾ 7 ആണ് തോന്നുന്നുണ്ട്, അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഈ എയർപോർട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിരവധി അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു എയർപോർട്ട് കൂടിയാണിത്. അങ്ങനെ നമ്മൾ ഏകദേശം എമിഗ്രേഷൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഓൾറെഡി ഇവിടുത്തെ റെസിഡൻസ് വിസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്യൂ ഒന്നും നിൽക്കണ്ട. ഇവിടെ എല്ലാം നമുക്ക് പാസ്പോർട്ടെല്ലാം സ്കാൻ ചെയ്തിട്ട് തന്നെ പോവാം. അതെല്ലാം നമ്മൾ ഇപ്പോൾ ടൂറിസ്റ്റ് വിസ അതുപോലെ തന്നെ ന്യൂ വിസക്കായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ പോയിട്ട് നമ്മളുടെ അതുപോലെ തന്നെ നമ്മൾ കയ്യിലൊന്ന് സ്കാൻ ചെയ്യേണ്ടി വരും. ബാക്കി നമ്മൾ ഓൾറെഡി വിസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്യുക, നമുക്ക് പോവുക. പിന്നെ സെക്യൂരിറ്റി, ചില ഭാഗങ്ങൾ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അതൊന്നും നമുക്ക് എടുക്കാം. അവിടെ നിന്ന് വീഡിയോസോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. അങ്ങനെ ഞാൻ ലഗേജെല്ലാം എടുത്ത് എയർപോർട്ടിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ പുറത്ത് നിന്നുള്ള ആ ഫ്രണ്ട് എയർപോർട്ടിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
അങ്ങനെ നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും UAEയുടെ മണ്ണിലൂടെയുള്ളൊരു യാത്രയാണിത്. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടുന്ന് ഏകദേശം 12 വർഷത്തോളമായി പോയിട്ട് അന്നുള്ളതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ടെക്നോളജി ആയിട്ടും റോഡിൻ്റെ കാര്യങ്ങളിലും എല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇനി നമുക്കതിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാനുള്ളൊരു സമയം ആവശ്യമാണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞാൻ റൂമിലേക്ക് പോവാണ്. അബുദാബി ഖാലിദിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസം. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി റൂമിൽ എത്തിയത് മുതൽ UAEയുടെ മറ്റ് കാഴ്ചകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.